ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്കെങ്ങനെ ഫേസിലെ ഹെയറൊക്കെ പെയിൻലെസ് ആയിട്ട് റിമൂവ് ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നോർമലി എങ്ങനെയാണ് ഫേസിലെ ഹെയറൊക്കെ കളയുന്നത് എന്നാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതുപോലൊരു റേസർ വേണം. ഇത് ആമസോണിലും പിന്നെ സൂപ്പർ മാർക്കറ്റും ഫാൻസി ഷോപ്പിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിൽ 3 ഉണ്ട്. ഒന്ന് ഞാനിപ്പോൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് എങ്ങനെ റിമൂവ് ചെയ്യുന്ന നോക്കാം. നമ്മളെടുത്ത് അലോവേര ജെല്ല്, എന്തായാലും എല്ലാവരുടെ അടുത്തും അലോവേര ജെല്ല് കാണുമല്ലോ. അപ്പോൾ അലോവേര ജെൽ ഞാൻ എടുത്തിട്ടിരിക്കുന്നത് ഇത് വാവുവിൻ്റെ അലോവേര ജെല്ലാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു അലോവേര ജെല്ല് എടുത്തിട്ട് കുറച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഷേവ് ചെയ്യേണ്ട ഏരിയയിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡയറക്റ്റ് നമ്മൾ ഒരിക്കലും റേസർ മുഖത്തേക്ക് വെക്കാൻ പാടില്ല. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ സൈഡ് മൊത്തം അലോവേര ജെൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കെന്ന് ഹെയർ നന്നായിട്ട് ഫേസിൽ അധികം ഹെയർ ഇല്ല, എന്നാലും ഹെയർ വരുമ്പോൾ ഞാൻ ഇതുപോലെ കളയാറാണ്. അപ്പം നമ്മൾക്കിങ്ങനെ സ്കിൻ ഇങ്ങോട്ടേക്ക് വലിച്ചു പിടിച്ചു കൊടുക്കുക. എന്നിട്ട് നൈസായിട്ട് കളയാം. അധികം പ്രസ് ചെയ്ത് കൊടുക്കണ്ട, ചെറുങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഇതുപോലെ കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇത് മായ്ച്ചു കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഫോർഹെഡ് നല്ലപോലെ ഇങ്ങനെ ഷേവ് ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് വേണ്ടെങ്കിൽ ഇതിനെ കൊണ്ട് നമ്മുടെ ഐബ്രോ പിന്നെ റിമൂവ് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓൾറെഡി ഐബ്രോ ചെയ്തിട്ടാണുള്ളത്, അപ്പോൾ എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് കുറച്ചുകൂടി ഇനി ഈ സൈഡ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് റൈറ്റ് സൈഡ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ അലോവേര എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെറ്റിയിലും നമ്മുടെ ഈ താടീൻ്റെ ഈ സൈഡിലായിരിക്കും നമുക്ക് കൂടുതൽ ഹെയർ ഉണ്ടാവും എല്ലാവർക്കും. നമ്മളിങ്ങനെ വലിച്ചു പിടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കളയാം. പിമ്പിൾസൊക്കെ ഉള്ളവർ കുറച്ച് സൂക്ഷിക്കണം, കാരണം പിമ്പിൾസിൻ്റെ മേലെ റേസർ തട്ടിയാൽ ചിലപ്പം പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ആക്കി കൊടുക്കാം. ഫോർഹെഡിൻ്റെ അടുത്ത് സ്ലോലി ആക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, നോക്കി നമ്മുടെ ഫേസ് ഒരു ബ്രൈറ്റൻ ആയ പോലെ ഉണ്ടാകും. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള അവരൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഫേസ് വൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ മുഖത്തോട്ടേക്ക് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒന്നാമത് ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ റിമൂവ് ചെയ്തതല്ലേ, അപ്പോൾ നമുക്ക് ഒരു ഡ്രൈ ആവാണ്ട് നമുക്ക് നല്ലൊരു ഗ്ലോ ആയിട്ടിരിക്കും മോയ്സ്ചറൈസർ കൂടി അപ്ലൈ ചെയ്ത് കൊടുത്താൽ.
അപ്പം നമ്മുടെ മുഖം നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയ ഒരു ഫീൽ ഉണ്ടാവും. അത് നിങ്ങൾക്കിപ്പോൾ ചെയ്താലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോൾ പിന്നെ പണ്ട് മുതലേ എല്ലാവരും പറയും നമ്മൾ സ്കിന്നിലോട്ടേക്ക് ബ്ലേഡ് വെച്ചാലോ അല്ല റേസർ വെച്ചിട്ട് വയ്ക്കുകയാണെങ്കിലോ കുറേ ഹെയർ കുറച്ച് കഴിയുമ്പോഴേക്ക് വരും, നല്ലപോലെ ഹെയർ വരുന്നു. പക്ഷേങ്കിൽ എനിക്ക് പേഴ്സണലി ഞാൻ 1 year ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇത്. അപ്പോൾ എനിക്കങ്ങനെ ഹെയർ കുറേ വന്നതായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല. നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന എങ്ങനെയാണോ ഹെയർ ഗ്രോത്ത് അത്ര മാത്രമേ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഇത് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ മേലെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പോകുമ്പോൾ നല്ലൊരു അടിപൊളി ലുക്കായിരിക്കും. നല്ല ഫ്ലോലെസ് ആൻഡ് നല്ല ഫിനിഷിങ് ഉണ്ടാവും മേക്കപ്പ് ഒക്കെ ചെയ്താൽ ആ ഒരു ഫേസിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഓക്കെ, ബൈ.